ഒരു ദിവസം രാവിലെ ഉണർന്നപ്പോൾ നിങ്ങളുടെ ജീവിതം ഇനി പഴയതുപോലെ ആയിരിക്കില്ലെന്ന് അറിഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇതാണ് പോൾ കലാനിധിയുടെ കഥ. ഒരു പ്രശസ്ത ന്യൂറോ സർജൻ, ദിവസവും മരണത്തിൻ്റെ വക്കിൽ നിൽക്കുന്ന രോഗികളുടെ ജീവൻ രക്ഷിക്കുന്ന ഡോക്ടർ. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം സംഭവിച്ച കാര്യം എല്ലാം മാറ്റിമറിച്ചു. ബാല്യകാലം മുതൽ തന്നെ പോളിന് ഒരു ചോദ്യമുണ്ടായിരുന്നു: ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? അതിൻ്റെ ഉത്തരം തേടിയാണ് അദ്ദേഹം സാഹിത്യവും തത്വചിന്തയും പഠിച്ചത്. പിന്നീട് മനുഷ്യജീവിതത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ മെഡിക്കൽ രംഗത്തേക്ക് പ്രവേശിച്ചു. വർഷങ്ങളുടെ കഠിനാധ്വാനത്തിന് ശേഷം അദ്ദേഹം അമേരിക്കയിലെ ഏറ്റവും മികച്ച ന്യൂറോ സർജന്മാരിൽ ഒരാളായി മാറി. കരിയർ ഉയരങ്ങളിലേക്ക് കുതിച്ചുയരുകയായിരുന്നു. കുടുംബജീവിതവും സന്തോഷകരമായിരുന്നു. എല്ലാം തികഞ്ഞതുപോലെ തോന്നി. പക്ഷേ ഒരു ദിവസം തുടർച്ചയായ ക്ഷീണവും ശരീരവേദനയും കാരണം പരിശോധനകൾ നടത്തി. ആ പരിശോധനയിലൂടെ ഞെട്ടിക്കുന്ന ഒരു സത്യം പുറത്തു വന്നു. അദ്ദേഹത്തിന് അവസാനഘട്ട ശ്വാസകോശ ക്യാൻസർ. മറ്റുള്ളവരുടെ റിപ്പോർട്ടുകൾ വായിച്ച് രോഗനിർണയം നടത്തിയിരുന്ന ഡോക്ടർ ഇപ്പോൾ സ്വന്തം റിപ്പോർട്ടിൽ തൻ്റെ മരണത്തിൻ്റെ സൂചന വായിക്കേണ്ട അവസ്ഥയിൽ. ആ നിമിഷം മുതൽ പോളിൻ്റെ ജീവിതം മാറി. ഇനി ഒരു ചോദ്യം: എനിക്ക് ബാക്കിയുള്ള സമയം എങ്ങനെ ജീവിക്കണം എന്നതായിരുന്നു. ചികിത്സ ആരംഭിച്ചു. പ്രതീക്ഷയും നിരാശയും തമ്മിലുള്ള പോരാട്ടം തുടങ്ങി. എന്നാൽ ഈ സമയത്തും അദ്ദേഹം ഒരു വലിയ തീരുമാനമെടുത്ത്: ഒരു കുഞ്ഞിന് അച്ഛനാകുക. ജീവിതം അവസാനത്തിലേക്ക് നീങ്ങുകയാണെന്ന് അറിഞ്ഞിട്ടും ഒരു പുതിയ ജീവനെ ലോകത്തേക്ക് സ്വാഗതം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. മകളെ ആദ്യമായി കൈകളിലെടുത്ത നിമിഷം ജീവിതത്തിൻ്റെ അർത്ഥത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഒരു പുതിയ മറുപടി ലഭിച്ചു. ജീവിതം എത്ര നീളമുള്ളതാണ് എന്നതല്ല, അത് ആരോടൊപ്പമാണ് ജീവിക്കുന്നത് എന്നതാണ് പ്രധാനം. രോഗം കൂടുതൽ ഗുരുതരമായി. ശരീരം തളർന്നു, പക്ഷേ മനസ്സ് തളർന്നില്ല. തൻ്റെ അനുഭവങ്ങൾ ലോകത്തോട് പങ്കുവയ്ക്കാൻ അദ്ദേഹം എഴുതാൻ തുടങ്ങി. അങ്ങനെ വെൻ ബ്രെത്ത് ബിക്കംസ് എയർ എന്ന പുസ്തകം ജനിച്ചു. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിലുള്ള ആ നിമിഷങ്ങളെ അത്രയേറെ സത്യസന്ധമായി വിവരിച്ച പുസ്തകങ്ങൾ വളരെ വിരളമാണ്. പുസ്തകം പൂർത്തിയാകുന്നതിന് മുമ്പ് പോൾ മരണപ്പെട്ടു. എന്നാൽ അദ്ദേഹം എഴുതിയ വാക്കുകൾ ഇന്നും ലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്നു. കാരണം ഈ കഥ നമ്മെ ഒരു വലിയ സത്യം പഠിപ്പിക്കുന്നു: നമുക്ക് എപ്പോൾ മരിക്കുമെന്ന് അറിയില്ല, പക്ഷേ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ജീവിതത്തിൻ്റെ അർത്ഥം എവിടെയോ ദൂരെയല്ല, നാം സ്നേഹിക്കുന്ന ആളുകളിലും നാം ചെയ്യുന്ന കാര്യങ്ങളിലും ഓരോ ദിവസവും ജീവിക്കുന്ന രീതിയിലുമാണ് അത് ഒളിഞ്ഞിരിക്കുന്നത്. അതിനാൽ ഇന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കൂ: ഇന്നെൻ്റെ അവസാന ദിവസമായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോൾ ജീവിക്കുന്ന രീതിയിൽ സന്തുഷ്ടനായിരിക്കുമോ? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം.